മാന്നാറിലെ കലാകൊലപാതകത്തിൽ അന്വേഷണത്തിന് 21 അംഗ പോലീസ് സംഘം. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് വിപുലീകരണം. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. അതേസമയം ഒന്നാം പ്രതി അനിൽ ഇസ്രയേലിൽ ആശുപത്രിയിലെന്നും സൂചന. കൂടാതെ മാന്നാറിലെ കലാകൊലപാതക കേസിൽ പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി നിഷ ദിലീപ് ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. നിഷ, 6 ദിവസത്തെ കസ്റ്റഡിയിലാണ് പ്രതികളെ വിട്ടിരിക്കുന്നത്. ഇന്ന് അവരെപ്പോഴാണ് തെളിവെടുപ്പിനായി എത്തുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, പ്രദീപ്, ഈ കേസിന്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ചോദിച്ച കസ്റ്റഡി കാലാവധിയായ 6 ദിവസം കോടതി അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഇന്ന് പ്രതികളുമായി തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതകൾ പോലീസ് തള്ളിക്കളയുന്നില്ല. ഈ കേസിന്റെ കാര്യമായതുകൊണ്ട് പോലീസ് കൃത്യമായ വിവരങ്ങളൊന്നും നൽകുന്നില്ല എങ്കിൽ പോലും ഇന്ന് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതകളും ഉണ്ട്. എന്തായാലും ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിനിടെ ഇസ്രായേലിലുള്ള ഈ കേസിലെ ഒന്നാം പ്രതിയും കലയുടെ ഭർത്താവുമായ അനിൽകുമാറിന് രക്തസമ്മർദ്ദമുണ്ടായി എന്ന് വീട്ടുകാർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അവിടെ അനിൽകുമാറിനെ ചികിത്സിച്ച ആശുപത്രി അധികൃതർ തന്നെയാണ് ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം അനിൽ സ്വയം നാട്ടിലെത്തിയില്ലെങ്കിൽ നാട്ടിലെത്താനുള്ള കടമ്പകൾ, നിയമപരമായുള്ള കടമ്പകൾ കടക്കും ഉള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അന്വേഷണ സംഘവും വിപുലീകരിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് 21 അംഗ സംഘം. ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ നേതൃത്വം നൽകുന്ന 21 അംഗ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പുതിയ വിവരം. ദേവിക, പ്രദീപ്.